നമസ്കാരം. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിന്റെ വാർഷിക പരിപാടി ഉദ്ഘാടനത്തിന് പോയപ്പോൾ സ്വാഗതം പറയാൻ ഒരു വ്യക്തി വന്നു. ഏത് സ്ഥാപനമാണൊക്കെ ഞാൻ മറന്നു കേട്ടോ, ആ വ്യക്തിയെയും മറന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അദ്ദേഹം സ്വാഗതം പറയുമ്പോൾ ഇപ്പൊ രക്ഷാകർതൃ സമിതിയുടെ പ്രസിഡന്റാണ്. ആരൊക്കെയോ പറഞ്ഞിട്ട് ഈ സ്കൂളിൽ കൊണ്ടുപോയിട്ട് മകനെ ചേർത്തി. ആ സ്കൂളിനോട് വലിയ മതിപ്പൊന്നുമില്ല. കുട്ടികൾക്ക് അന്ധവിശ്വാസം പഠിപ്പിക്കുന്ന സ്കൂളാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അന്ന്. പിന്നെ ബാക്കി എല്ലാവരും പറഞ്ഞു നല്ല സ്കൂളാണ് എന്നൊക്കെ കൊണ്ട് ചേർത്തി. ആ സ്കൂളിലത്തെ അധികാരികള് ഒരു കാര്യമുണ്ട്, രാവിലെ കുട്ടികൾ വരുമ്പോ അച്ഛന്റെ പാദം തൊട്ട് വന്ദിച്ചിട്ട് വേണം വരാൻ. ഇയാളുടെ മകൻ, അദ്ദേഹം പറഞ്ഞാണ്, ഇപ്പോ രക്ഷാകർതൃ സമിതി പ്രസിഡന്റ് ആണ്. അതിന് മുമ്പത്തെ കാര്യം ഇപ്പൊ പറയും. മകൻ കാല് തൊട്ട് നമസ്കരിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു, കാല് തൊട്ട് നമസ്കരിക്കുക ഈ ജാതി ഇതിലൊന്നും വേണ്ട, ഇതൊക്കെ കൃത്രിമങ്ങൾ, അന്ധവിശ്വാസ, ഇതൊന്നും വേണ്ട, പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പോയാൽ മതി. ഇത് അച്ഛന്റെ കാല് തൊട്ട് വന്നിക്കണെന്തിനാ? അപ്പൊ കുട്ടി വന്നിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാ കുട്ടികളും കൂടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവരും അച്ഛൻ വീട്ടിലില്ലെങ്കിൽ അമ്മ പാദം നമസ്കരിച്ചല്ലേ വരണത് എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു അല്ല. ഒരു കുട്ടി മാത്രം അല്ല എന്ന് പറഞ്ഞപ്പോ, ഇല്ല എന്താ അച്ഛൻ സമ്മതിക്കണില്ല, നാളെ അച്ഛനെ കുട്ടി വരാൻ പറഞ്ഞു. ആ അച്ഛൻ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഈ കഥ സ്റ്റേജിൽ പറയണത്, സ്വാഗതം പറയുമ്പോ. പോണത് ഇഷ്ടമല്ലെങ്കിൽ ശരി, മകന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പൊ രക്ഷാകർത്താവ് ചെന്നു, കുട്ടിയുടെ കാല് തൊട്ട് വന്നിരിക്കുന്നത് ഈ അന്ധവിശ്വാസമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വാസിയാണ്, വിശ്വാസിയല്ല, പുരോഗമന ചിന്താഗതിക്കാരനാണ്. ഒരാവശ്യമില്ല. ശരി, ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ നിയമം എങ്ങനെയാണ് അതനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടി ഇവിടെ പഠിക്കണ്ട. അപ്പൊ കുട്ടിയുടെ പഠിത്തം മുടങ്ങുന്നായി. കുട്ടി നിഷ്കളങ്കനായതുകൊണ്ടാ പറഞ്ഞത് അച്ഛൻ സമ്മതിക്കില്ല. അപ്പോ എന്നാ എന്തോ ആയിക്കോട്ടെ എന്ന് ഇയാള് പറഞ്ഞു. പിന്നെ വന്നിട്ട് ഇയാൾ എന്ത് തിരക്കാണെന്ന് ചോദിച്ചാൽ അച്ഛന്റെ പാദം തൊട്ട് വന്ദിച്ചിട്ട് ഈ കുട്ടി പോകുമ്പോ അനുഭവസ്ഥൻ പറയാണ്, അദ്ദേഹം പറയാണ്, കുറെ ദിവസം കഴിഞ്ഞപ്പോ എന്തോ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ എന്റെ അച്ഛനെ പറ്റി ആലോചിച്ചു. 3 കിലോമീറ്റർ അകലെ അച്ഛൻ താമസിക്കുന്നുണ്ട്. അച്ഛനും മകനും തമ്മിൽ തെറ്റോ പ്രശ്നങ്ങളുണ്ട്. അച്ഛനും മകനും തമ്മിൽ തെറ്റാ. എന്റെ മകൻ എന്റെ കാലിങ്ങനെ തൊട്ട് നമസ്കരിക്കുമ്പോ ഞാൻ എന്റെ അച്ഛനെ പറ്റി ആലോചിക്കണ്ടേ? ഈ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നും ജീവിച്ചിരിക്കും. അച്ഛനെ കേട്ടൊക്കെ പിണങ്ങുക. അച്ഛനെ കാണാൻ പോയി. ആദ്യം കുറച്ചു നേരത്തേക്ക് അച്ഛൻ പരിഭവത്തോടെ എന്താടാ പതിവില്ലാത്ത ഇതെങ്ങട്ടൊക്കെ, എന്താടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നു. അച്ഛനും മകനായിട്ട് വലിയ യോജിപ്പാണ്. അപ്പൊ ഈ കുട്ടിയുടെ പാദനമസ്കാരം ഇപ്പൊ ഇഷ്ടമായി. അങ്ങനെ സ്കൂളിൽ വരികയാണെങ്കിൽ ഇപ്പൊ രക്ഷാകർതൃ സമിതി പ്രസിഡന്റ് ആണ്. അന്നത്തെ ദിവസം ഞാൻ സംസാരത്തിൽ ഒരു കാര്യം പറഞ്ഞു.
കുട്ടി ഇപ്പൊ കാല് തൊട്ട് നമസ്കരിച്ചു എന്നല്ലേ പറഞ്ഞത്? എന്റെ കാല് ചൂണ്ടിയിട്ട് ഇതിനെന്താ പേര് പറയാ? കാല്. അപ്പൊ പാദം എന്നൊരു വാക്കുണ്ടല്ലോ, പാദ നമസ്കാരം. കാൽ നമസ്കാരം എന്ന് പറയാറില്ല. കാൽ നമസ്കാരം എന്ന് പറയാറില്ല. പാദ നമസ്കാരം. പാദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് പാദം എന്ന് പറഞ്ഞാൽ കാല് എന്നുള്ള അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. പാദവും കാലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതാദ്യം അറിയണം. ഒരു മനുഷ്യനെ മുഴുവനായിട്ട് എടുത്താൽ ഞാൻ പകുതിയായിട്ട് ഭാഗിച്ചു. പകുതി. അതാണ് അര. നമ്മള് അരക്കെട്ട് എന്നൊക്കെ പറയുമല്ലോ. ബോർഡിന്റെ നേർ പകുതിയാണ് അര. അരാന്ന് വിളിക്കും, ഊരാന്ന് വിളിക്കും, ഒക്കെ അര. അരക്കെട്ട്, അരയിലിടുന്ന ബെൽറ്റ്. ആ അരയെ രണ്ടാക്കി ഭാഗിച്ചു. അതിനെ കാൽ എന്ന് വിളിച്ചു. ഈ സാധനത്തിനെ കാല് എന്ന് വിളിച്ചു. 4-1. ഇതാ കാല്. 4-1 എന്ന അർത്ഥമുള്ള കാലും ഈ കാലും ഒന്നാണ്. അപ്പൊ കാൽ എന്ന് പറയുമ്പോ 4-1. അര എന്ന് പറഞ്ഞാൽ പകുതിയായിട്ടുള്ള 50%. പാദത്തിന്റെ അർത്ഥം ഇതല്ല. പാദം എന്നാൽ ആശ്രയം എന്നാണ് അർത്ഥം. ആശ്രയം. ഞാൻ ഈശ്വരനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ആ പാദങ്ങൾ ഞാൻ മുറുകെ പിടിക്കുന്നു. വിഷ്ണു പാദങ്ങൾ, പരാശക്തിയുടെ പാദങ്ങൾ, ആശ്രയം. എന്റെ കാലുകൾ എന്റെ ആശ്രയമായതുകൊണ്ട് ഇത് പാദമാണ്. ആശ്രയം തെറ്റുമ്പോഴാണല്ലോ, ആകെ തെറ്റുമ്പോഴാണല്ലോ നമ്മൾ വഴിക്ക് വീഴുന്നത്. നമ്മളെ നിലനിർത്തുന്ന ആരാ? പാദങ്ങളാണ്. ഈ പാദങ്ങളാണ് നടക്കാൻ സഹായിക്കുന്നത്. ആ പാദങ്ങൾ നടക്കാൻ സഹായിക്കുന്നു. പാദങ്ങൾ ആശ്രയങ്ങളാണ്. അങ്ങനെയാണോ? അതെ. അപ്പൊ പാദ നമസ്കാരം നടത്തി എന്ന് പറഞ്ഞാൽ അവിടെ ആശ്രയമാണ് പ്രതീകാത്മകമായിട്ട് വന്നത്. ഇക്കാരണം കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം പാദങ്ങളെ കൊണ്ടാണ്. പല സ്ഥലത്തും വടക്കേ ഇന്ത്യയിലൊക്കെ പാദങ്ങൾ തലയിൽ വയ്ക്കും ഗുരുനാഥന്മാർ. അതിന്റെ സൗകര്യത്തിന് അവർ കുറച്ച് ഉയരത്താണ് ഇരിക്കുക. വൃക്ഷത്തിന്റെ ഉയരത്തിലേക്ക് ഇരുന്നിട്ട് ഭക്തന്മാര് താഴെ വരുമ്പോ കാല് തലയിൽ വയ്ക്കും. അങ്ങനെ ഒരു സ്വാമി വൃക്ഷത്തിരിക്കുന്ന സ്വാമിയെ കാണാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആളുകൾ പറഞ്ഞു, വരുന്നവർക്ക് ഓരോ ചവിട്ട് കൊടുക്കത്രേ. ഇതുപോലെയുള്ള അന്ധവിശ്വാസമൊക്കെ ഉണ്ടോ? കാണാൻ വരുന്നവർക്കൊക്കെ ഓരോ ചവിട്ട്. അപ്പൊ ചവിട്ടുകളുടെ സൗകര്യത്തിന് സ്വാമി മരത്തുമ്പോ കയറിയിരിക്കുകയാണ് എന്നുള്ള വാക്കുകളൊക്കെ കൊട്ടു. അവിടെ ചെന്നു. യഥാർത്ഥത്തിൽ ഈ പാദം ആശ്രയമാണ്. ഈ അർത്ഥമാണ് വാമനൻ കയ്യോണ്ട് അനുഗ്രഹിച്ച പോലെ മഹാബലിയുടെ ശിരസിൽ തന്റെ പാദം
വെച്ചു വാമനൻ. പാദതലത്തിലേക്ക് മാറ്റണം. ആശയത്തിന്റെ അടിസ്ഥാന ഭാവത്തിലേക്ക് മാറ്റുന്നതിനെയാണ് പാദതലം. നമ്മളൊക്കെ പാദതലത്തിലേക്ക് വരണം. ബേസിക്, അടിസ്ഥാനം. എന്താണ് അതിന്റെ ബേസ്? ഈ വലിയ കെട്ടിടം നിൽക്കുന്ന എവിടെയാണ്? ഏറ്റവും താഴത്തെ ഒരു കല്ലിന്റെ മുകളിലല്ലേ? ഇതാണ് ആവശ്യം. ആ പാദതലം എന്ന് കുറെ പറഞ്ഞപ്പോ അതിനെ പാതാളം എന്നാക്കി. അപ്പൊ പാതാളം എന്ന് പറയുന്നത് വെച്ചാൽ പാതാളം താഴെയാണെങ്കിലാണല്ലോ ഉപമ ശരിയാവുകയുള്ളൂ. അബദ്ധം എന്താ വെച്ചാ പാതാളത്തിലേക്ക് ചവിട്ടി അങ്ങോട്ട് താത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിക്കുന്നത് ശരി അല്ല. കാലുകൊണ്ട് ചവിട്ടി താത്താം, പാദം കൊണ്ടാണ്. ഏത് സമയത്തും നമുക്കൊരാശയമുണ്ട്. ആ ആശയം നമ്മുടെ പാദങ്ങൾ ആണ്. ഈ അറിവ് കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിന് ഒരു സമ്പൂർണത കൈവരിക്കുന്നത്. കാല് എന്ന് പറഞ്ഞാൽ കാൽഭാഗം എന്നൊരർത്ഥമേ ഉള്ളൂ. ഏതായാലും അന്ന് സംസാരിക്കാൻ വിഷയം കിട്ടി. ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് വർത്താനം പറയാൻ ഒരു വിഷയം കിട്ടി. അല്ലെങ്കിൽ തന്നെ എന്താ വർത്താനം പറയേണ്ടത്, എവിടെങ്ങനെ കാര്യം പിടിച്ചിട്ട് പ്രസംഗം നടത്തുകയാണ് പതിവ്. അന്ന് സംസാരിക്കാൻ ഒരു വിഷയം കിട്ടി. അതിങ്ങനെ ഇപ്പൊ എന്തോ ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞത് മാത്രം. എല്ലാവർക്കും നമസ്കാരം.